എന്നെ ഇപ്പൊ നാട്ടുകാര് മുരളി ഗോവിന്ദ് എന്നല്ല വിളിക്കണേ, മുരളി ഗോവിന്ദ് എന്നാ. അതെ, ഈ നേർച്ചയൊക്കെ സന്തോഷത്തോടെ വേണം ചെയ്യാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനു വേണ്ടിട്ടാ ഈ ഉരുളിച്ച? ഇത് തന്നെ എല്ലാരും ചോദിക്കണം, എന്തിനു വേണ്ടിട്ടാണ് ഈ ഉരുളിച്ച? നമുക്ക് നല്ലൊരു കുഞ്ഞുണ്ടാവണം, അതിനു വേണ്ടിട്ടല്ലേ. അഭിരാമി അതിന് ഇവിടെ കിടന്നല്ലേ ഉരുളേണ്ടത്. നോക്കൂ, ഈ ഷോർട്ട് പീരീഡിൽ അവൻ എത്ര ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നോക്കി. അപ്പൊ മച്ചു നാളെ നേരത്തെ വരണം. അതിനെന്താ, ഞാൻ നേരത്തെ വരാം. നാളെ ഉണ്ടാം പ്രിയം ഉപ്പുമാവും കന്താനം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. റേഷൻ കടയുടെ പുറകിൽ താമസിക്കുന്ന ഫക്രൻ നാസറിന്റെ പിതാവ് ദിവംഗതനായ വിവരം അറിയിക്കുകയാണ്. എന്നുവെച്ചാ മരിച്ചുപോയി. ഫക്രൻ നാസർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നീ പോകുന്നില്ലേ? ഒരു കളി കണ്ടിട്ട് പോവാം. മുന്നേ നിനക്ക് എത്ര കുട്ടികളാ? എന്റെ പിള്ളേരുകളെയൊക്കെ മാറിയിട്ട് മതി കുട്ടികളെന്നാ ഫാത്തിമ പറയുന്നത്. അവള് പറഞ്ഞത് ശരിയല്ലേ? പിള്ളേര് കളിച്ച എങ്ങനെയാ കൊച്ചി? മിസ്റ്റർ റോഹൻ, എന്റെ പേര് കുര്യാക്കോസ്, അറിയാലല്ലേ? കുറച്ചു നാൾ മുമ്പ് കുപ്പായം ഇട്ട് നടന്നിരുന്ന കാലത്ത് ഞാൻ കുര്യാക്കോസ് അച്ഛനായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ഒന്ന് വിളിക്കുക. അല്ലയോ കുഞ്ഞാടെ, നിന്റെ പരിശുദ്ധ പിതാവിന്റെ തിരുരക്തത്തിൽ ഭൂജാതനായ നിന്റെ കുഞ്ഞനിയൻ കുഞ്ഞാടിന്റെ ജന്മദിനം കൊണ്ടാടാൻ കർത്താവിന്റെ നാമത്തിൽ വന്നരുളിയാലും എന്നായിരിക്കും. ഇതിപ്പോ കുപ്പായം ഊരിയ നിലക്ക് പട്ടിക്കൽ വരണം മോനെ. എഴുതകളാ നോക്കടാ നോക്കടാ, ഒരാള് പോണ നോക്കടാ. വല്ലാത്ത ഹറാമിന്റെ നോട്ടം നോക്കുന്ന നീ ഇങ്ങനെ വല്ലതും കണ്ട അസ്തഗ്ഫിറുല്ലാഹ് അങ്ങോട്ട് പറയാം. എന്താ പറയാ? അസ്തഗ്ഫിറുല്ലാഹ്. 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 പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ്. എന്റെ കസിനാ മനു. ഹലോ ഹലോ, ഐ എം പൊമേറോ. ബൊലേറോ. പൊമേറോ. എന്താണ്? പൊമേറോ. ഐ ആം ടാറ്റ സുമോ. ഇനിയെങ്ങാൻ ഈ ഷോർട്ട് കട്ട് മണത്ത് പിടിച്ചു വന്നാൽ മക്കളെ കസിൻസ് നിങ്ങൾ അവിടെ കട. അതെ, നമുക്കെന്തിനാ ഈ വടി? എന്താന്ന്? ഈ വടിക്ക് വേണ്ടിയല്ലേ നീ ആ പാലം പൊട്ടിച്ചേ? ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ എളിമയോടെ ഞാൻ പറയും എന്റെ മുതലാളിയാണ്. അച്ചായോ, എന്നാ വലിയ വീടാ? കാശിന്റെ കഴപ്പാ. എന്നാ വലിയ വീടാ? കാശിന്റെ കഴപ്പാ. അച്ഛൻ എപ്പോ നോക്കിയല്ലോ അടുക്കളയിലാണല്ലോ. ഞാൻ വല്ല പണിക്കും പോകൂടെ? ഞാൻ പണിയെടുത്തതുകൊണ്ടാ നീയൊക്കെ. ഞാൻ പണിയെടുത്തതുകൊണ്ടാ നീയൊക്കെ. എന്തിനാടാ കഴിഞ്ഞ ആഴ്ച മാത്തുക്കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? അത് പിന്നെ അവൻ ടീച്ചർ അവനോട് ലാവ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ വാവ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് എഴുതി വെച്ചു. പാവം തിരിഞ്ഞു പോയാണ്. എന്താ പേര്? സിദ്ധു. സിദ്ധനോ? അല്ല, സിദ്ധ. ഞങ്ങളുടെ നാട്ടിലൊരു കോഴിക്കളർ ഉണ്ടായിരുന്നു, അയാളുടെ പേരാണ് സിദ്ധൻ. ഞങ്ങളുടെ നാട്ടിൽ കക്കൂസ് കോരാൻ വരുന്ന ഒരാളുണ്ടായിരുന്നു, അയാളുടെ പേര് ദാമോദർ. അച്ഛനുണ്ടല്ലോ അല്ലേ? അതെ, അച്ഛന്റെ മൂഡ് എങ്ങനെ ഉണ്ട്? ഇത്രയുണ്ട്. അച്ഛന്റെ മൂഡ് എങ്ങനെ ഉണ്ട്? ഇതിൽ ഇനി എന്നെ ചെയ്യാനാ സാറേ? ഇതിൽ നല്ലത് കാലിൽ പോളിഷ് ചെയ്യുന്നതാ. കാശിനൊന്നുമല്ലല്ലോ, ഫ്രീ ആയിട്ട് ചെയ്യുന്നല്ലേ? ഇത്രയൊക്കെ മതി. കാശ് വേണോ? 2 ദിവസത്തിനെ തരാം. വേറെ കുറച്ച് കാശ് റോൾ ചെയ്ത് വരാനുണ്ട്.